السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. സമ്മാനം സ്വീകരിക്കുന്ന ഖബൂലുൽ ഹദിയ്യത്തി. ആയിഷ റളിയല്ലാഹു അൻഹ വിശദീകരിക്കുന്നു, കുറച്ച് ആളുകൾ സമ്മാനം കൊടുത്തയക്കുന്നതിന് എൻ്റെ ദിവസം കാത്തിരിക്കാറുണ്ടായിരുന്നു. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ വീട്ടിൽ കൂടെ മാറി താമസിക്കുന്നു. ആ ദിവസമായിരിക്കും ഉദ്ദേശിക്കുന്നത് സമ്മാനങ്ങൾ കൊടുത്തയക്കുന്നതിന് വേണ്ടിയിട്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാവാൻ വേണ്ടിയിട്ട്. അനായിഷത റളിയല്ലാഹു അൻഹാ അന്നന്നാസ കാനൂ യതഹറൗന ബിഹദായാഹും യൗമ ആയിഷതി യബ്തഗൂന ബിഹാ ഔ യബ്തഗൂന ദാലിക മർദാത്ത് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, എൻ്റെ അമ്മായി ഉമ്മു ഹുഫൈദ് കുറച്ച് ഉണങ്ങിയ തൈര്, അതായത് വെണ്ണ നീക്കിയത്, പിന്നെ കുറച്ച് നെയ്യ്, പിന്നെ ഒരു മസ്തികാർ എന്ന് പറഞ്ഞാൽ മണലിൽ അല്ലെങ്കിൽ മരുഭൂമിയിൽ കാണുന്ന ഒരു തരം പല്ലി അല്ലെങ്കിൽ ഉടുമ്പ് പോലുള്ള എന്തോ ഒരു സാധനം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സമ്മാനമായിട്ട് കൊടുത്തയച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഉണങ്ങിയ തൈര്, നെയ്യ് നീക്കിയ തൈര് തിന്നു. മസ്തികാർ അല്ലെങ്കിൽ ഉടുമ്പ് അല്ലെങ്കിൽ അതുപോലത്തെ എന്തോ ഒരു ജീവി അതിനെ തിന്നില്ല, കാരണം അദ്ദേഹത്തിന് അത് ഇഷ്ടമല്ലായിരുന്നു. ഇബ്നു അബ്ബാസ് പറഞ്ഞു, മസ്തികാറിനെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അതേ തീന്മേശയിൽ വെച്ച് മറ്റാരോ കഴിച്ചു. അത് തിന്നൽ വിരോധിച്ചിട്ടുള്ളതായിരുന്നുവെങ്കിൽ അത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തീന്മേശയിൽ വെച്ച് തിന്നില്ലായിരുന്നു. അപ്പോൾ അത് തിന്നൽ അനുവദനീയമാണ്, റസൂലിന് ഇഷ്ടമല്ലായിരുന്നു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, തിന്നാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. വേറെ ആളുകൾ തിന്നു. عن ابن عباس رضي الله عنهما قال أهدت أم حفيد خالة ابن عباس إلى النبي صلى الله عليه وسلم أقتا وسمنا وأضبا فأكل النبي صلى الله عليه وسلم من الأقط والسمن وترك الأضب تقذرا. قال ابن عباس فوكل على مائدة رسول الله صلى الله عليه وسلم ولو كان حراما ما وكل على مائدة رسول الله صلى الله عليه وسلم. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് എപ്പോഴൊക്കെ ആഹാര സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടോ അദ്ദേഹം ചോദിക്കാറുണ്ടായിരുന്നു, അത് ഹദിയ ആണോ അതോ സദഖ ആണോ എന്ന്. സദഖയാണ് എന്ന് പറയപ്പെട്ടിരുന്നാൽ അദ്ദേഹത്തിൻ്റെ സഹാബാക്കളോട് പറയുമായിരുന്നു, നിങ്ങൾ കഴിച്ചോളൂ. ഹദിയ ആണ് എങ്കിൽ അദ്ദേഹം അതിൽ നിന്നൊരു വീതം എടുക്കാൻ തിരക്ക് കൂട്ടുമായിരുന്നു. പ്രവാചകന്മാർക്ക് സദഖ കഴിക്കാൻ പാടില്ലാതെ ഹറാമാണ്. നബി ഹുറൈറത്ത റളിയല്ലാഹു അൻഹു ഖാല കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഊതിയ ബിതുആമിൻ സഅല അൻഹു അഹദിയ്യത്തുൻ അം സദഖത്തുൻ ഫഇൻ ഖീല സദഖത്തുൻ ഖാല ലി അസ്ഹാബിഹി കുലൂ വലം യഅകുൽ വഇൻ ഖീല ഹദിയ്യത്തുൻ ളറബ ബിയദിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅകല മാഹും. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, കുറച്ച് ഇറച്ചി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് പറഞ്ഞു, ബരീറയ്ക്ക് സദക്കയായി കൊടുത്തതാണ് എന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് സദക്കയായിട്ട് ബരീറയ്ക്ക് ആണ് കൊടുത്തത്, നമുക്കത് സമ്മാനമാണ്, ഹദിയാണ്, അപ്പോൾ നമുക്ക് കഴിക്കാം എന്ന്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഖാല ഊതിയ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിലഹ്മിൻ ഫഖീല തുസദ്ദിഖ അലാ ബരീറത ഖാല ഹുവ ലഹാ സദഖത്തുൻ വലനാ ഹദിയ്യത്തുൻ. ഇതിൽ നിന്നൊക്കെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, പിന്നെയും നബിമാരൊന്നുമില്ല, അപ്പോൾ നമുക്ക് ഏത് രീതിയിലുള്ളത് കിട്ടിയാലും ഹറാം അല്ലെങ്കിൽ കഴിക്കാവുന്നതാണ്. ആയിഷ റളിയല്ലാഹു അൻഹ വിശദീകരിക്കുന്നു, ഞാൻ ബരീറയെ അവരുടെ ഉടമസ്ഥരിൽ നിന്ന് വാങ്ങിച്ച് സ്വതന്ത്രയാക്കി വലാ എൻ്റെ കീഴിൽ വയ്ക്കാൻ ഉദ്ദേശിച്ചു. പക്ഷെ അവർ പറഞ്ഞു വലാ അവർക്കുള്ളതാണ് എന്ന്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ കാര്യം അവതരിപ്പിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, നീ അവളെ വാങ്ങിക്കുക, അവളെ സ്വതന്ത്രയാക്കുക. വലാ എന്ന് പറയുന്നു സ്വതന്ത്രനാക്കുന്ന ആൾക്ക് ഉള്ളതാകുന്നു. ഒരിക്കൽ ബരീറയ്ക്ക് കുറച്ച് ഇറച്ചി ആരോ കൊടുത്തു, അത് സദക്കയായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു അതെന്താണ് എന്ന്. ഞാൻ പറഞ്ഞു, ഇത് ബരീറയ്ക്ക് സദക്കയായി കിട്ടിയതാണ് എന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് സദക്കയായി ബരീറയ്ക്കാണ് കിട്ടിയത്, നമുക്കത് സമ്മാനമാണ്, അതായത് ഹദിയ ആണ്, നമുക്ക് ദാനമല്ല. ബരീറയ്ക്ക് അവരുടെ ഭർത്താവിൻ്റെ കൂടെ താമസിക്കുവാനോ അതല്ലെങ്കിൽ അദ്ദേഹത്തിന് പിരിയാനോ ഉള്ള അനുവാദം കൊടുത്തിരുന്നു, ഈ അടിമത്തത്തിൽ നിന്നുള്ള ഇത്ഖ് മോചനത്തിൻ്റെ ഭാഗമായിട്ട്. അബ്ദുറഹ്മാൻ റിപ്പോർട്ടർമാരിൽ ഒരാൾ അത്ഭുതപ്പെടുന്നു, അവരുടെ ഭർത്താവ് അടിമയാണോ സ്വതന്ത്രനായ മനുഷ്യനാണോ എന്ന് എനിക്ക് അറിയില്ല. ഷുഅബ മറ്റൊരു റിപ്പോർട്ടർമാരിൽ ഒരാൾ പറയുന്നു, ഞാൻ അബ്ദുറഹ്മാനോട് ചോദിച്ചു, അവരുടെ ഭർത്താവ് അടിമയായിരുന്നോ അതോ സ്വതന്ത്രനായ മനുഷ്യനായിരുന്നു? അദ്ദേഹം മറുപടി പറഞ്ഞു, എനിക്ക് അത് അറിയില്ല, അദ്ദേഹം സ്വതന്ത്രനായിരുന്നോ അതോ അടിമയായിരുന്നോ എന്ന്.
عن عائشة رضي الله عنها أنها أرادت أن تشتري بريرة وأنهم اشترطوا ولاءها فذكر للنبي صلى الله عليه وسلم فقال النبي صلى الله عليه وسلم اشتريها فيعتقها فإنما الولاء لمن أعتق وأهدي لها لحم فقال النبي صلى الله عليه وسلم ما هذا قلت تصدق على بريرة قال هو لها صدقة ولنا هدية وحيرت بريرة قال عبد الرحمن زوجها حري أو عبد قال شعبة سألت عبد الرحمن عن زوجها قال لا أدري أحر أم عبد. ഉമ്മ അത്തിയ്യ റളിയല്ലാഹു അൻഹ വിശദീകരിക്കുന്നു, ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷയുടെ അടുത്തേക്ക് പോയി. എന്നിട്ട് അവരോട് ചോദിച്ചു എന്തെങ്കിലും ഉണ്ടോ എന്ന്, അതായത് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്നാണ് ചോദ്യം. അവർ പറഞ്ഞു എൻ്റെ അടുത്തൊന്നുമില്ല. ഉമ്മ അത്തിയ്യ ബരീറയ്ക്ക് സദക്കയായി കിട്ടിയ, ദാനമായി കിട്ടിയ കുറച്ച് ഇറച്ചിയുണ്ട്, അതല്ലാതെ വേറൊന്നും ഇല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് പോയി അതെടുത്തു. എന്നിട്ട് പറഞ്ഞു അത് ഇപ്പം സദക്കയല്ല എന്ന് പറഞ്ഞു. മുമ്പ് പറഞ്ഞ ഹദീസിൻ്റെയൊക്കെ വേറൊരു രീതിയിലുള്ള അവതരണം. عن أم عطية قالت دخل النبي صلى الله عليه وسلم على عائشة رضي الله عنها فقال لها عندكم شيء قالت لا إلا شيء بعثت به أم عطية من الشاة التي بعثت إليها من الصدقة قال إنه قد بلغت محلها. ആരെങ്കിലും ഒരാൾ സമ്മാനം കൊടുക്കുമ്പോൾ അദ്ദേഹം അല്ലെങ്കിൽ ആർക്കാണ് കൊടുക്കുന്നത് ആ ആളുടെ ഒരു പ്രത്യേക ഭാര്യയോടൊപ്പം ആയിരിക്കണം എന്ന് ഉദ്ദേശിക്കുന്നത്. മറ്റ് ഭാര്യമാരോടൊപ്പം ആയിരിക്കുമ്പോൾ സമ്മാനങ്ങൾ കൊടുക്കാതിരിക്കുന്നത്. റസൂലിനെയാണ് ഉദ്ദേശിക്കുന്നത്. മൻ അഹദാ ഇലാ സാഹിബിഹി വതഹറ ബഅദ നിസാഇഹി ദൂന ബഅദിൻ. ആയിഷ റളിയല്ലാഹു അൻഹ വിശദീകരിക്കുന്നു, ആളുകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോടൊപ്പമായിരിക്കുമ്പോൾ അല്ലെങ്കിൽ എൻ്റെ ദിവസമായിരിക്കുമ്പോൾ കൂടുതൽ സമ്മാനങ്ങൾ കൊടുത്തു വിടാറുണ്ടായിരുന്നു. ഉമ്മു സലമ പറഞ്ഞു, എൻ്റെ കൂട്ടുകാർ അല്ലെങ്കിൽ സഹാബാക്കൾ, അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആയിഷ റളിയല്ലാഹു അൻഹ ഒഴികെയുള്ള മറ്റ് ഭാര്യമാർ അവരെല്ലാവരും കൂട്ടം കൂടി അതിനെപ്പറ്റി പരാതി പറഞ്ഞു. അപ്പം ഞാൻ ആ കാര്യം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവതരിപ്പിച്ചു, അവരുടെ പകരമായി നിന്നുകൊണ്ട്. പക്ഷെ അദ്ദേഹം നിശബ്ദനായിരുന്നു, ഒന്നും പറഞ്ഞില്ല. عن عائشة رضي الله عنها قالت كان الناس يتحرون بهداياهم يومي وقالت أم سلمة إن صواحبي اجتمعنا فذكرت له فرضانها. ഉറുവ വിശദീകരിക്കുന്നു, ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ 2 സംഘം ആയിരുന്നു. ഉറുവ കൂട്ടിച്ചേർക്കുന്നു, ഒരു സംഘത്തിൽ ആയിഷ, ഹഫ്സ, സഫിയ, സൗദ ഇവരായിരുന്നു. മറ്റ് സംഘത്തിൽ ഉമ്മു സലമയും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റ് ഭാര്യമാരും ഉണ്ടായിരുന്നു. മുസ്ലിങ്ങൾക്ക് ഇത് അറിയാമായിരുന്നു, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷയെ കൂടുതലായി സ്നേഹിച്ചിരുന്നു എന്ന്. അങ്ങനെ അവർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സമ്മാനം കൊടുക്കാനുണ്ടായിരുന്നുവെങ്കിൽ അവർ അത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കൊടുക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നു. പക്ഷേ അത് താമസിപ്പിക്കുമായിരുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷയുടെ വീട്ടിലേക്ക് വരുന്നത് വരെ. എന്നിട്ട് അവർ ആ സമ്മാനം കൊടുത്ത് വിടുമായിരുന്നു അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടിയിട്ട് അവരുടെ വീട്ടിലേക്ക്. ഉമ്മു സലമയുടെ ഗ്രൂപ്പ് അല്ലെങ്കിൽ സംഘം ഈ കാര്യം കൂട്ടം കൂടിയിരുന്ന് ചർച്ച ചെയ്തു. അവർ തീരുമാനിച്ചു ഉമ്മു സലമ പോയി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇത് പറയണം എന്ന്. അതായത് ആളുകളെല്ലാവരും ഏത് ഭാര്യയുടെ വീട്ടിലാണെങ്കിലും സമ്മാനം കൊടുത്തയക്കണം എന്ന്. ഉമ്മു സലമ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ തീരുമാനം അറിയിച്ചു. പക്ഷേ അദ്ദേഹം തിരിച്ചു മറുപടിയൊന്നും പറഞ്ഞില്ല. ബാക്കി ഭാര്യമാർ ഉമ്മു സലമയോട് അതിനെപ്പറ്റി ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു അദ്ദേഹം എന്നോട് ഒന്നും പറഞ്ഞില്ല. അവർ വീണ്ടും നിർബന്ധിച്ചു, വീണ്ടും പോയി സംസാരിക്കൂ എന്ന് അദ്ദേഹത്തിനോടൊപ്പം. വീണ്ടും അവർ പോയി അദ്ദേഹത്തിനോട് സംസാരിച്ചു. അത് അവരുടെ ദിവസമായിരുന്നു. പക്ഷെ അദ്ദേഹം മറുപടി ഒന്നും പറഞ്ഞില്ല. അവരോട് ഇതിനെപ്പറ്റി ചോദിച്ചു. അവർ പറഞ്ഞു എനിക്ക് മറുപടിയൊന്നും കിട്ടിയില്ല. അദ്ദേഹത്തിനോട് ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കുക മറുപടി കിട്ടുന്നത് വരെ. അങ്ങനെ വീണ്ടും അവരുടെ ദിവസം വന്നപ്പോൾ അദ്ദേഹത്തിനോട് അവർ സംസാരിച്ചു. അദ്ദേഹം അവരോട് മറുപടി പറഞ്ഞു, ആയിഷയുടെ പേരും പറഞ്ഞ് എന്നെ വേദനിപ്പിക്കരുത്. കാരണം വഹ്യ് വരുന്നത് ആയിഷയുടെ വിരിപ്പിലായിരിക്കുമ്പോൾ മാത്രമാണ്. അതായത് മറ്റ് ഭാര്യമാരെ വീട്ടിൽ താമസിക്കുമ്പോൾ അദ്ദേഹത്തിന് വഹ്യ് വരാറില്ലായിരുന്നു എന്ന് വേണമെങ്കിൽ അതിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഉമ്മു സലമ പറഞ്ഞു, ഞാൻ അള്ളാഹുവിനോട് പശ്ചാത്തപിക്കുന്നു താങ്കളെ വേദനിപ്പിച്ചതിന്. എന്നിട്ട്
ആ ഗ്രൂപ്പ് അല്ലെങ്കിൽ ആ സംഘം ഉമ്മുസലമയുടെ സംഘം ഫാത്തിമയെ വിളിച്ചു, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ. എന്നിട്ട് അവരെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് അയച്ചു. എന്നിട്ട് ഇത് ചോദിക്കാൻ വേണ്ടിയിട്ട്, താങ്കളുടെ ഭാര്യമാർ അവരെ എല്ലാവരെയും ഒരുപോലെ കാണണം എന്ന് ആവശ്യപ്പെടുന്നു, അബൂബക്കറിൻ്റെ മകളെ കാണുന്നത് പോലെ, അതായത് ആയിഷയെ കാണുന്നത് പോലെ തന്നെ. അങ്ങനെ ആ വാർത്ത ഫാത്തിമ അദ്ദേഹത്തിന് എത്തിച്ചു കൊടുത്തു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എൻ്റെ മോളെ ഞാൻ ഇഷ്ടപ്പെടുന്നതിനെ നീ ഇഷ്ടപ്പെടുന്നില്ലയോ എന്ന് ചോദിച്ചു. ഉവ്വ എന്ന് അവർ മറുപടി പറഞ്ഞു. എന്നിട്ട് അവർ തിരിച്ചുപോയി മറ്റുള്ളവരോട്, ആ സംഘത്തിനോട് സംഭവം വിശദീകരിച്ചു. അവർ വീണ്ടും പറഞ്ഞു, നീ ഒന്നുകൂടെ പോകണം, എന്നിട്ട് ഇത് ആവർത്തിക്കണം എന്ന്. പക്ഷേ അവർ അത് നിരസിച്ചു. അവസാനം അവർ സൈനബ് ബിന്ത് ജഹ്ഷിനെ അയച്ചു അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക്. അവരെ പരുഷമായി തന്നെ പറഞ്ഞു, താങ്കളുടെ ഭാര്യമാർ താങ്കളോട് ആവശ്യപ്പെടുന്നു അല്ലെങ്കിൽ ഉപദേശിക്കുന്നു, അവരെ എല്ലാവരെയും ഇബ്നു അബൂ ഖുഹാഫയുടെ മകളെ പോലെ തന്നെ തുല്യമായി കാണണം എന്ന്. എന്നിട്ട് അവർ ശബ്ദം ഉയർത്തി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്ന ആയിഷയോട് നാണം കെടുത്തുന്ന രീതിയിലെന്തോ പറഞ്ഞു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷയുടെ നേരെ നോക്കി അവരെന്തെങ്കിലും പ്രതികരിക്കുമോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി. ആയിഷ മറുപടി കൊടുക്കാൻ തുടങ്ങി. സൈനബ് മിണ്ടാതെ ആവുന്നതുവരെ മറുപടി കൊടുത്തു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് ആയിഷയുടെ നേരെ നോക്കി എന്നിട്ട് പറഞ്ഞു, തീർച്ചയായും അവൾ അബൂബക്കറിൻ്റെ മകൾ തന്നെ. അവർ ശരിക്കും സത്യസന്ധയും ബുദ്ധിമതിയും വാക്ചാതുരി ഉള്ള ആളും ആണ് അവരുടെ പിതാവിനെ പോലെ എന്നാണ് ഉദ്ദേശിച്ചത്. عن هشام بن عروة عن أبيه عن عائشة رضي الله عنها أن نساء رسول الله صلى الله عليه وسلم كنا حزبين فحزب فيه عائشة وحفصة وصفية وسودة والحزب الآخر أم سلمة والسائر نساء رسول الله صلى الله عليه وسلم. وكان المسلمون قد علموا حب رسول الله صلى الله عليه وسلم عائشة فإذا كانت عند أحدهم هدية يريد أن يهديها إلى رسول الله صلى الله عليه وسلم أخرى حتى إذا كان رسول الله صلى الله عليه وسلم في بيت عائشة بعث صاحب الهدية إلى رسول الله صلى الله عليه وسلم في بيت عائشة فكلم حزب أم سلمة فقلنا لها كلمي رسول الله صلى الله عليه وسلم يكلم الناس فيقول من أراد أن يهدي إلى رسول الله صلى الله عليه وسلم هدية فليهديها حيث كان من نسائه. فكلمته أم سلمة بما قلنا فلم يقل لها شيئا فسألنا فقالت ما قال لي شيئا فقلنا لها فكلميه قالت فكلمته حين دار إليها أيضا فلم يقل لها شيئا فسألنا فقالت ما قال لي شيئا فقلنا لها كلميه حتى يكلمك فدار إليها فكلمته فقال لها لا تؤذيني في عائشة فإن الوحي لم يأتني وأنا في ثوب امرأة إلى عائشة فقالت قلت أتوب إلى الله من أذاك يا رسول الله ثم إنهن دعونا فاطمة بنت رسول الله صلى الله عليه وسلم فأرسلت إلى رسول الله صلى الله عليه وسلم تقول إن نساءك ينشدنك الله العدل في بنت أبي بكر فكلمته فقال يا بنية إلا تحبين ما أحب قالت بلى فرجعت إليهن فأخبرتهن فقلنا ارجعي إليه فأبت أن ترجع فأرسلنا زينب بنت جحش فأتته فأغلظت فقالت إن نساءك ينشدنك العدل في بنت ابن أبي قحافة فرفعت صوتها حتى تناولت عائشة وهي قاعدة فسبتها حتى إذا رسول الله صلى الله عليه وسلم لا ينظر إلى عائشة هل تكلموا قال فتكلمت عائشة ترد على زينب حتى أسكتتها قال فانظر النبي صلى الله عليه وسلم إلى عائشة فقال إنها بنت أبي بكر. എന്തൊക്കെ തരം സമ്മാനങ്ങൾ ആണ് നിരസിക്കാൻ പാടില്ലാത്തത്? മാല യുറദ്ദു മിനൽ ഹദിയ്യത്തി. അസ്ര ബിൻ സാബിത്ത് അൽ അൻസാരി വിശദീകരിക്കുന്നു, ഞാൻ സുമാമ ബിൻ അബ്ദുള്ളയുടെ അടുത്തേക്ക് പോയി. എനിക്ക് അവൻ കുറച്ച് സുഗന്ധം തന്നു. എന്നിട്ട് പറഞ്ഞു, അനസ് ഒരിക്കലും സുഗന്ധം കൊടുത്താൽ നിരസിക്കാറില്ലായിരുന്നു. അനസ് പറഞ്ഞു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം
സുഗന്ധം കൊടുത്താൽ നിരസിക്കാറില്ലായിരുന്നു. حدثنا عزرة بن ثابت الأنصاري قال حدثني ثمامة بن عبد الله قال دخلت عليه فناولني طيبا قال كان أنس رضي الله عنه لا يرد الطيب قال وزعم أنس أن النبي صلى الله عليه وسلم كان لا يرد الطيب. അള്ളാഹു എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായി അറിയുന്നു. നിങ്ങളിത് കാണുക, ഖുർആൻ പഠിക്കുക, എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ബാറക്കല്ലാഹു ലി വലക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.